ഉരുൾപൊട്ടലിൽ ചൂരൽമല ഗ്രാമം അല്പമെങ്കിലും ബാക്കിയുണ്ടായിരുന്നുവെങ്കിൽ മുണ്ടക്കൈ ഗ്രാമം ഇനിയില്ല. മുണ്ടക്കൈയിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇന്നലെ വ്യക്തമല്ലായിരുന്നു. കുത്തിയൊഴുകുന്ന പുഴ കടന്ന് ആർക്കും അവിടേക്ക് പോകാൻ സാധിച്ചില്ല. ഇന്ന് രാവിലെ എത്തിയപ്പോഴാണ് മുണ്ടക്കൈയിൽ ഇനി ഒന്നും അവശേഷിക്കുന്നില്ലെന്നറിഞ്ഞത്. സ്കൂൾ, പള്ളി, വീടുകൾ, പാടികൾ ഒന്നുമില്ല. ജീവൻ ബാക്കിയായ ചിലർ മാത്രമാണ് മുണ്ടക്കൈയുടേതായി ബാക്കിയുള്ളത്. വാസയോഗ്യമായ ഒരൊറ്റ വീട് പോലും അവിടെ ബാക്കിയില്ല. അതുകൊണ്ട് ഇനി അവിടേക്കൊരു തിരിച്ചുപോക്കും സാധ്യമല്ല. അഥവാ ജീവൻ ശേഷിക്കുന്നവർ അവിടേക്ക് പോകാനും തയ്യാറല്ല. ഉറ്റവർ ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട ശവപ്പറമ്പിൽ ഇനി ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത്. മലമുകളിൽ നിന്നൊഴുകുന്ന ചെറിയ തോടാണ് ബീഭത്സ രൂപം പൂണ്ടത്. ഈ തോട്ടിൽ നിന്ന് ഏതാണ്ട് 200 മീറ്ററോളം പൊക്കത്തിൽ നിന്നാണ് വെള്ളമെത്തിയത്. വൻമരങ്ങൾ പാടിക്കുള്ളിലേക്ക് അടിച്ചു കയറ്റി വച്ചിരിക്കുന്നു. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു എന്നതിന് യാതൊരു ശേഷിപ്പുമില്ലാത്ത വിധം ചെളി മൂടിയിരിക്കുന്നു. ചൂരൽമലയിൽ കുറച്ച് വീടുകളും ജീവനും ബാക്കിയുണ്ടായിരുന്നുവെങ്കിലും മുണ്ടക്കൈ എന്ന സുന്ദര ഗ്രാമത്തിൽ ആളുകൾ ജീവിച്ചിരുന്നു എന്ന് ഇനി പറയേണ്ടി വരും. ഇന്ന് ഉച്ചയോടെയാണ് 5 വയസ്സ് തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയുടെ മൃതദേഹം മുണ്ടക്കൈയിൽ നിന്ന് കിട്ടിയത്. ചേറിൽ പുതഞ്ഞ മൃതദേഹം മുറിഞ്ഞു പോയിരുന്നു. ഈ കുട്ടിയുടെ അച്ഛനാരെന്നോ അമ്മയാരെന്നോ അറിയില്ല. ചെളി അല്പം വെള്ളമൊഴിച്ചു കഴുകി സ്ട്രക്ചറിൽ കയറ്റിയാണ് ആ മൃതദേഹം കൊണ്ടുപോയത്. മുണ്ടക്കൈയിൽ സംഭവിക്കുന്നതിന്റെ ഏകദേശ ചിത്രമാണിത്. ചിതറിക്കിടക്കുന്ന പുസ്തകങ്ങൾ, മാലകൾ, വളകൾ, കളിപ്പാട്ടങ്ങൾ, അതിനെല്ലാം അപ്പുറം ചിതറിപ്പോയ ജീവിതങ്ങൾ.